പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിൻഡ. ബൈബിൾ മാരത്തോണിൽ പങ്കെടുക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ്. മേരിക്കുട്ടി ചേച്ചിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനും ഓർത്തു, ആഗ്രഹിക്കുന്നവർ വളരെ അധികം ഉണ്ട്. ബൈബിൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ വചനം എടുത്തപ്പോൾ കിട്ടിയതും അതേ വചനം തന്നെ പ്രഭാഷകൻ 24-21 എന്നെ ഭുജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കയില്ല, പിന്നെ ആഗ്രഹിക്കും, പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള വചനത്തിൻ്റെ ദാഹം കൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും പ്രധാനം എന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശക്തിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവർക്കും വചനത്തിൻ്റെ വിത്ത് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ബൈബിൾ മാരത്തോണും നല്ല ഒരു രീതിയിൽ നടത്താൻ പറ്റിയ ദൈവത്തിന് 1000 നന്ദി. റോസിനും പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ വീണ്ടും ഒരു വചനം എടുത്തപ്പോൾ കിട്ടിയതും, നദി തോട് പോലെ തോട് വലിയ സമുദ്രമായി അതിനിയും തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാനാണ് പറയുന്നത്. പ്രഭാഷകൻ 24-30. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടിയ വചനത്തിൻ്റെ ആ വ്യാപ്തി നമ്മളിൽ മാത്രം ഒതുക്കാതെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടാനും, അത് വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുക ചെയ്യുന്നവർ കൂടിയാകാനല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് കൂടി പ്രാർത്ഥിച്ചിട്ട് അതിനുവേണ്ടി നമ്മൾ ആത്മീയ നേട്ടങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈബിൾ റീഡിങ് ഇനിയും നമുക്ക് വായിച്ച് മുന്നേറാം. ദൈവത്തിന് 1000 നന്ദി, മഹത്വം. പിന്നെ എനിക്ക് കിട്ടിയ സമയം 2:30 ഞാൻ പറഞ്ഞിരുന്നത് റോസിനോട്. അപ്പോൾ എനിക്ക് അലോട്ട് ചെയ്തത് 1 മണിയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായിട്ടുണ്ട്. പാർട്ടീഷനൊന്നും കഴിഞ്ഞിട്ടില്ല. വീട്ടിലൊരു സിക്കായിട്ടുള്ളൊരു ബ്രദറുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടീഷൻ നീങ്ങി പോവായിരുന്നു. അപ്പോൾ ആദ്യത്തെ വചനം തന്നെ കിട്ടിയത് ഉൽപ്പത്തി, അബ്രാഹാം ലോത്തും വിട പറയുന്ന ഭാഗം. അബ്രാഹാം നല്ല ചീത്ത സ്ഥലം എടുത്തു, ലോത്ത് നല്ല സ്ഥലം എടുത്തു, എന്നിട്ട് അവർ തമ്മിൽ വേർപിരിയണ ഒരു ഭാഗം. അപ്പോൾ അത് ദൈവത്തിൻ്റെ സമയത്തിൻ്റെ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു ആ പാർട്ടീഷൻ. അപ്പോൾ ദൈവം അത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കിട്ടിയ വചനങ്ങളും സങ്കീർത്തനം അവസാനിപ്പിക്കാൻ പറ്റി. അതിൽ കർത്താവിൻ്റെ കാരുണ്യത്തെ പറ്റി പറയുന്നുണ്ട്. സങ്കീർത്തനം 136, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രയർ ഗ്രൂപ്പുകളിലും പ്രകൃതി ദുരന്തങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഒക്കെ കൂടി കരുണക്കൊന്തകൾ ധാരാളം ചൊല്ലി കാഴ്ചവെക്കാൻ പ്രാർത്ഥിക്കേണ്ട മെസ്സേജുകൾ. വലിയ ഇനി ദുരിതങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കരുണയ്ക്കായിട്ട് യാചിക്കാൻ പറയാറുണ്ട്. അപ്പോൾ കരുണക്കൊന്ത 9 ദിവസം ചെല്ലാൻ പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാറില്ല. കരുണക്കൊന്തയിൽ കുറച്ച് പിന്നില്ല. അപ്പോൾ ആ വചനം എന്നെ കൊണ്ട് ബൈഹാർട്ട് ചെയ്ത് പഠിപ്പിക്കുകയായിരുന്നു ഈശോ. സങ്കീർത്തനം 136 വായിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെങ്കടലിലൂടെ നടത്തിയ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഓരോ സെൻറ്റൻസിലും കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന് പറയുന്ന ഒരു വചനഭാഗം. അപ്പോൾ റോസ് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിന് ഇമ്പോസിഷൻ പറഞ്ഞ് പഠിപ്പിക്കണ പോലെയാണല്ലോ ഈ വചനം വായിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, കരുണയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നിന്നെ പഠിപ്പിക്കണ ഒരു മേഖല കൂടിയായിരുന്നു അത്. അപ്പോൾ പിന്നെയും കുറേ ഉപദേശങ്ങളും ഇതൊക്കെ തന്ന് വെളിപാട് ഇതിലൂടെയൊക്കെ കടന്നു പോയി എല്ലാവരും എല്ലാ കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ മഹത്വം. അങ്ങനെ ഓരോ പ്രാവശ്യത്തെ ബൈബിൾ റീഡിങ്ങിലും നമുക്ക് വേണ്ടതായ വചനം ദൈവം തന്ന് നമ്മളെ പഠിപ്പിക്കും. അതേപോലെ പുതിയ നിയമം തുടങ്ങാൻ, മത്തായിയുടെ സുവിശേഷം തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും സാധിച്ചു. അപ്പോൾ വംശാവലിയെക്കുറിച്ചുള്ള യേശുവിൻ്റെ വചനമൊക്കെ വായിച്ചു. അപ്പോൾ അതിൽ കുറേ തലമുറയായിട്ടുള്ള കെട്ടുകളൊക്കെ കഴിയാൻ വംശാവലി വായിക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതും കിട്ടി. അങ്ങനെ ഒരു പുതിയ ഒരു വഴിത്തിരിവിലേക്ക് ചെല്ലുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വായിച്ചിരുന്നത്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ കാഴ്ചവെക്കുന്നു. ദൈവത്തിന് മഹത്വം, നന്ദി, 1000 നന്ദി ഈശോയെ, മഹത്വം ഈശോയെ.